ഇസ്ലാമിക ലോകത്ത് സഹാബികൾക്കിടയിൽ ശൈഖൈനി എന്ന പേരിൽ അറിയപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെയും ഷിയാക്കള് ധിക്കരിച്ചു, അനാദരിച്ചു, ബഹുമാനിച്ചില്ല, ആദരിച്ചില്ല, അവഗണിച്ചു. അതിന് വിട്ട രീതിയിൽ അവഗണിച്ചു. അതുകൊണ്ട് അവർ ഭയക്കാൻ കാരണം അതിന്റെ ഭാഗമായി വന്നത്. അവരിവരെ ബഹുമാനിക്കുന്നില്ല. എത്രത്തോളം ഇന്ന് ഹജ്ജിന് പോകുമ്പോ ഷിയാക്കള് സിയാറത്തിന്റെ കേന്ദ്രങ്ങൾ, മദീനയിലെ സിയാറത്തിന്റെ കേന്ദ്രങ്ങൾ അടയാളപ്പെടുത്തിയ മദീനയുടെ ഭൂപടം വിതരണം ചെയ്യാറുണ്ട് ഷിയാക്കൾക്കിടയിൽ. ഇന്ന സ്ഥലത്ത് സിയാറത്ത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അവിടെ കാണാം ഹബീബായ റസൂലുള്ളാഹി റൗള ശരീഫ്, റസൂലുള്ളാഹിന്റെ റൗള ശരീഫ് അടയാളപ്പെടുത്തിയ ഭാഗത്ത് അവിടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറുണ്ട്. അത് അടയാളപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താ? വേണ്ട. എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ശരിയാണെന്ന് എനിക്കറിയില്ല, ശരിയാണെങ്കിൽ ഷിയാക്കളുടെ ഇറാനികളുടെ ആത്മീയ നേതാവായ ആയത്തുല്ലാ ഖുമൈനി പ്രഖ്യാപിച്ചത്രേ, മദീനയുടെ അധികാരം എന്റെ കരങ്ങളിൽ വന്നാൽ ശൈഖൈനിയുടെ ഖബറുകൾ ഞാൻ തട്ടി നിരപ്പാക്കും, അവരെ ഇല്ലാതെയാക്കും, നശിപ്പിക്കും. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബർ നശിപ്പിക്കും, ഉമർ റളിയല്ലാഹുവിന്റെ ഖബർ നശിപ്പിക്കും. ഇയാൾ പ്രഖ്യാപിച്ചത്രേ. ഇനി അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ ചോദിച്ചിട്ട് കണ്ടോ, ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത്. നിങ്ങളെന്താ പറഞ്ഞത്? ഖുമൈനി പറയാണ്, ഞാൻ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെ ഖബർ നിരപ്പാക്കും. ഇവരുള്ളവരെന്താ പറഞ്ഞത്? ഞങ്ങളെ കയ്യിൽ ഞാൻ അധികാരം കിട്ടിയ റൗള ശരീഫ് നിരപ്പാക്കും. നിങ്ങൾ രണ്ട് കൂട്ടരും നാണയത്തിന്റെ രണ്ട് വശ, നിങ്ങളെ രണ്ടാമത്തെ കിട്ടിയതിന് സുഖമായല്ലോ മദീന. റൗള ശരീഫും ഇല്ല, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉമർ റളിയല്ലാഹുവിനും ഇല്ല. എന്നിട്ടെങ്ങനെ ഷിയാക്കളെ ആദരിച്ചു, അവർ അഹ്ലു ബൈത്തിനെ ബഹുമാനിച്ചു, സ്നേഹിച്ചു, അതാക്കി ഇതാക്കി മണ്ണാങ്കത്താക്കി. അങ്ങനെ ആദരവിന്റെ ഇങ്ങനെ പോകണം. ആദരവല്ല ഇത്രയും പ്രശ്നം, ധിക്കാരം തന്നെയാണ്. ധിക്കാരാണ്, അവഗണനയാണ്, നിന്ദിക്കലാണ്. ആദരവ് പ്രശ്നമല്ല, ധിക്കാര ഇവരുടെ നാശത്തിന്. ഇവരുടെ ധിക്കാരത്തിന്റെ വേറൊരു ഉദാഹരണം ബഹുമാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊക്കെ എന്താണ് ചരിത്ര സംഭവങ്ങളാണ്. ഈ കിതാബ് ഖുർആൻ സുന്നത്തും അല്ല പറഞ്ഞത്. അതിന്റെ അടിയിൽ ഈ ധിക്കാരം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം ഒരു ശിഈ ആശയക്കാരൻ ഉണ്ടായിരുന്നു അത്ര. അബൂ ഹനീഫ ഇമാം അയാളെ ഇയാള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിരോധിയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിരോധിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇവരോടുള്ള ദേഷ്യം കാരണം, അനാദരവ് കാരണം ഇയാള് രണ്ട് കഴുതകളെ വാങ്ങി, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അല്ലെ, അള്ളാഹു അത്ര അപകടങ്ങൾ നമ്മൾക്ക് കാത്തുരക്ഷിക്കട്ടെ. രണ്ട് കഴുതകളെ വാങ്ങിയിട്ട് ഒരു കഴുതക്ക് അബൂബക്കർ എന്ന് പേരിട്ട്, വേറൊരു കഴുതക്ക് ഉമർ എന്ന് പേരിട്ടു. ധിക്കാരത്തിന്റെ ഊക്ക. പിന്നെ അവർ ഇസ്ലാമിന് പുറത്തു പോകാതിരിക്കും. പിന്നെ അവരിങ്ങനെ ഇസ്ലാമിന്റെ അകത്തുണ്ടാവും. പേരിട്ടു. എന്നിട്ട് അല്ലെ ഇത്രയും വലിയ ധിക്കാരാകാൻ ജന പറയണ്ടേ. അങ്ങനെ ആ പിന്നെ കഴുതയിൽ നിന്നൊരു കഴുത, രണ്ട് പേരിട്ടല്ലോ. അയാൾ വാങ്ങിയ കഴുതയിൽ നിന്ന് ഒരു കഴുത, ഈ രണ്ട് കഴുതകളെ വാങ്ങിയ ഈ മരക്കഴുതല്ലോ പെരുങ്കഴുത, ഈ കഴുതനെ കുത്തിക്കൊന്നു. ഈ രണ്ട് കഴുതാളെ കൂട്ടത്തിൽ ഒരു കഴുത വാങ്ങിയ കഴുതനെ കുത്തിക്കൊന്നു. അവനെ കഴുതാന്നല്ല എന്താ പറയാ. അങ്ങനെ ഈ ആളിന് അബൂ ഹനീഫ ഇമാം ഈ ആളുകളെ ഒന്ന് കഴുതനൊന്നും കണ്ടിട്ടില്ല. ഒരാൾ ഇങ്ങോട്ട് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹുവിനോട് പറഞ്ഞത്ര, ഇങ്ങനെ ഉണ്ടായി ഈ ഷിയാക്കാൻ ഒരു കഴുത കുത്തി കൊണ്ടുവന്നത്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു എന്ന് പറഞ്ഞു, അതെ ഉമർ എന്ന് പേരിട്ട കഴുത ഈ കടകളെ കുത്തി കൊണ്ടിട്ടുണ്ടാകുക. പോയി നോക്കുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടായി. വേറൊരു സംഭവം ഞാൻ പറഞ്ഞതാ, ഇവരുടെ ധിക്കാരത്തിന്റെ ഓക്ക് വിശദീകരിക്കാൻ പറ്റും. അല്ലാതെ ഇനി അത് ഖുർആനിലില്ല, സുന്നത്തിലില്ല, അങ്ങനെ ചോദിച്ചിട്ട് വരണ്ട, അവിടെ ഒന്നുമില്ല. ഈ ധിക്കാരം. അപ്പോ ഷിയാക്കൾ അല്ലെ, അതിരുവിട്ട ആദരവിന്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് ആദ്യമായി വ്യതിചലിച്ചവർ ഷിയാക്കളാണ്. അതിരുവിട്ട ആദരവിന്റെ പേരിൽ മാത്രമല്ല അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാണ്ടായ കാരണം, മറിച്ച് ധിക്കാരത്തിന്റെ പേരിലാണ്, അനാദരവിന്റെ പേരിലാണ് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയത്. പിന്നെ ഒരു കാര്യം ഞാൻ കൂടുതൽ മറുപടി പറയേണ്ട ആവശ്യമില്ല. രണ്ട് വിഭാഗം ഒരു കാര്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ, രണ്ട് വിഭാഗം ഒരു കാര്യം ചെയ്താൽ അത് ആവൂല, അത് ചെയ്യണ്ട. അതുകൊണ്ട് നിങ്ങളും അവരും ഒന്നാണ്. നിങ്ങൾക്കും ഷിയാക്കൾക്കും സംഭവിച്ച കുഴപ്പം ഒന്ന് തന്നെയാണ്.
എന്താണെന്ന ഷിയാക്കൾ വ്യതിചരിച്ച കാരണം ധിക്കാരം തന്നെയാണ്. നിങ്ങൾ ഇസ്ലാമിന്റെ പരിശുദ്ധമായ പാതയിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ധിക്കാരം. മഹാന്മാരെ ആദരിക്കാനും അംഗീകരിക്കാനുമുള്ള മടി ഇതാ നിങ്ങളെ ഇസ്ലാമിന്റെ പാതയിൽ നിന്ന് വ്യതിചരിപ്പിക്കുന്നത്. അല്ലാതെ ഷിയാക്കൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണം അതായതാ പക്ഷെ കളവാ പറഞ്ഞത്. പിന്നെ ഞാനത് സംബന്ധമായി കൂടുതൽ വിശദീകരിക്കണം. അതൊക്കെ ആർക്കും ശരിയില്ലേ, അവരെ ചെയ്യണ്ടേ ഇവരെ ചെയ്യണ്ടേ, അതുകൊണ്ടൊന്നും ശരിക്കാവില്ലല്ലോ. ഒരു ചെയ്യേണ്ടത് വിചാരിച്ചു. ഇവിടെ ഒരു പടച്ച റബ്ബിൽ എത്ര ആൾക്കാർ വിശ്വസിക്കേണ്ട ദൈവത്തിൽ ആണ് നിങ്ങൾ വിശ്വസിക്കേണ്ടാണ്. നിങ്ങൾ നിസ്കരിക്കണ്ടേ നമ്മൾ നിസ്കരിക്കണ്ടേ, നമ്മൾ ഒന്നാണ് അല്ല, നമ്മൾ രണ്ടെന്നെയാണ്. ഒരുപാട് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു, ഒന്നാമതായി ഇയാൾ പറഞ്ഞ ആദരവ് അനാദരവ്, ആ വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചു. അബദ്ധമാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമതായി ഷിയാക്കൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുണ്ടായ കാരണം അതിനുപറ്റ ആദരവാണ് എന്ന് പറഞ്ഞത് ശരിയല്ല. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുണ്ടായ കാരണം ധിക്കാരമാണ്, ബഹുമാനിക്കാതിരുന്നതാണ്. അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞവരെ ബഹുമാനിച്ചില്ല, അള്ളാഹു ആദരിക്കാൻ പറഞ്ഞവരെ ആദരിച്ചില്ല. അതും കൂടിയാണ് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുണ്ടായ കാരണം. പിന്നെ മൂന്നാമതായി ഇയാൾ പറഞ്ഞത്, ഇവിടെ സുന്നികൾ പരിചയപ്പെടുത്തുന്ന കുറെ ത്വരീഖത്തുകളുണ്ട്. സുന്നികൾ പരിചയപ്പെടുത്തുന്ന കുറെ ത്വരീഖത്തുണ്ട്. അതെന്താ? ഖാദിരിയ്യ ത്വരീഖത്ത്, റിഫാഇയ്യ ത്വരീഖത്ത്, ചിശ്തിയ്യ ത്വരീഖത്ത്, ഇങ്ങനെ കുറെ സുഹ്റവർത്തിയ്യ, പല പേര് ഇയാളിന് ഒരുപാട് ത്വരീഖത്ത്. ഈ ത്വരീഖത്തിലൊന്നും ഇവരില്ല. കാരണം എന്താ? ഈ ത്വരീഖത്തുകാർ പ്രശ്നം എന്താ നിങ്ങൾക്കറിയാം? ഇവര് ജനങ്ങളോട് പറയുന്നത് ഇങ്ങനെ ദിക്റ് ചൊല്ലി കുറെ നിസ്കരിച്ച് മനുഷ്യന്റെ ഒരു പ്രത്യേക പദവിയിലെത്തി. ഇങ്ങനെ കുറെ ദിക്റ് ചെല്ലാൻ വേണ്ടി പറയാതെ ദിക്റ് ചൊല്ലി നിസ്കരിച്ച് ഇങ്ങനെ കൂടി ഒരു പ്രത്യേകമായ ഒരു പദവിയിലെത്തോ. അപ്പോ ആള് സമ്പൂർണ്ണ മനുഷ്യനായി മാറും. അങ്ങനെ സമ്പൂർണ്ണ അവസ്ഥയിലെത്തിയാൽ പിന്നെ അവരെ വിളിച്ചാൽ അള്ളാഹുവിനെ വിളിച്ചാൽ ഇവരെ വിളിക്കുക. ഈ അവസ്ഥയ്ക്കെത്തും. ഇവരുടെ ദിക്റ് ചൊല്ലി ഉയർന്ന പദവിയിലെത്തി സമ്പൂർണ്ണ മനുഷ്യനായി അങ്ങനെട്ട് മാറിയാൽ പിന്നെ ഇവരെ വിളിച്ചാൽ അള്ളാഹുവിനെ വിളിച്ചാൽ ഇവരെ വിളിക്കുക. രണ്ടും ഒന്നായി. ഇത് അദ്വൈതവാദ്. എന്നിട്ട് ഇയാൾ പറയണം, അത് വല്ലേ നിലത്തുന്നും എന്നെ വിളിച്ചോർക്ക് വൈകൂടാതൊത്തീരം ചെയ്യും ഞാനെന്നോവർ. ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇത് അദ്വൈതമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും സഹാബത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇത് അനിസ്ലാമികമാണ്. അതുകൊണ്ട് ഇത് പ്രചരിപ്പിക്കുന്ന ത്വരീഖത്തുകളിൽ ഞങ്ങളില്ല. ഞങ്ങൾ ഖാദിരിയ്യ ത്വരീഖത്തിൽ, ഞങ്ങൾ റിഫാഇയ്യ ത്വരീഖത്തിലില്ല, ഞങ്ങൾ നഖ്ശബന്ദിയ്യ ത്വരീഖത്തിലില്ല, ഞങ്ങൾ ചിശ്തിയ്യ ത്വരീഖത്തിലില്ല, ഞങ്ങൾ സുഹ്റവർത്തിയ്യ ത്വരീഖത്തിലില്ല. ആലുവയിലെ യൂസുഫ് സുൽത്താന്റെ ത്വരീഖത്തിലും ഞങ്ങളില്ല. ഇതിലൊന്നും ഞങ്ങളുടെ കാരണം എന്താ? ഇതാ പരിപാടി. എന്നിട്ടോ എന്നാൽ പിന്നെ നമ്മൾ വഹാബിയാരോട് ചോദിക്കും, പൊന്നെ ഹബീബന്മാർ നിങ്ങൾക്കൊരു ത്വരീഖത്തും ഇല്ലേ? അതിന് ഇയാൾ പറയാം, ഞങ്ങൾക്കൊരു ത്വരീഖത്തുണ്ട്. ഞങ്ങളുടെ ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ത്വരീഖത്ത് അംഗീകരിക്കുന്നു. അവിടുത്തെ അസ്ഹാബിന്റെ ത്വരീഖത്ത് അംഗീകരിക്കുന്നു. ആ ത്വരീഖത്താണ് ഞങ്ങളെ ത്വരീഖത്ത്. നിങ്ങളെ ത്വരീഖത്തിൽ ഞങ്ങൾ ഇല്ല. നിങ്ങൾ ഞങ്ങളെ ത്വരീഖത്തിലുമില്ല, റസൂലുള്ളാഹിന്റെ ത്വരീഖത്തിലുമില്ല, നിങ്ങൾ ഒരു ത്വരീഖത്തിലുമില്ല. നിങ്ങൾക്ക് ത്വരീഖത്ത് തിരിഞ്ഞിട്ടുമില്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? സുന്നികൾ പരിചയപ്പെടുത്തുന്ന ത്വരീഖത്തിൽ ഇവരില്ല. ഖാദിരിയയിലില്ല, റിഫാഇയ്യയിലില്ല, ചിശ്തിയ്യയിലില്ല. ഇതിലൊന്നും വരും. എന്താ കാരണം? കാരണം എന്താന്ന് പറഞ്ഞാൽ സുന്നികൾ ഇവര് ഇങ്ങനെ യുവാക്കളൊക്കെ ത്വരീഖത്തിൽ ചേർത്തിക്കാണ്ട് ഇങ്ങനെ ദിക്റ് ചൊല്ലി നിസ്കരിച്ച് ഇങ്ങനെ പ്രത്യേക പദവിയിലെത്താൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പ്രത്യേക പദവിയിലെത്തുമ്പോൾ സമ്പൂർണ്ണ ഈ അവസ്ഥയിലെത്തിയാൽ പിന്നെ ഇവരെ വിളിച്ചാൽ അള്ളാനെ വിളിച്ചാൽ ഇവരെ വിളിച്ചു. ഇത് അദ്വൈതാണ്. എന്റെ ഭാഗമാണ് വല്ലേ നിലത്തുനിന്നും എന്നെ വിളിച്ചവർക്ക് വായിക്കൂടാതെ തീരം ചെയ്യും ഞാൻ എന്ന് ഓർമ്മ. അതുകൊണ്ട് ഇത് അദ്വൈതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല.
സിദ്ദീഖ് റളിയല്ലാഹു തആല പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ത്വരീഖത്തിൽ ഞങ്ങളില്ല ഒന്ന് അദ്ദേഹം പറഞ്ഞാൽ. അപ്പൊ പിന്നെ നമ്മൾ ചോദിക്കുന്നത് ഒരു ത്വരീഖത്തുല്ലേ? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അതേതാണ്? ത്വരീഖത്ത് റസൂലില്ല. അവർ ത്വരീഖത്ത് ഏതാ? ത്വരീഖത്ത് റസൂലില്ലാഹി വസ്ഹാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വരീഖത്താണ്, അസ്ഹാബിന്റെ ത്വരീഖത്താണ്. അപ്പൊ നിങ്ങൾക്കൊരു ത്വരീഖത്ത് ഉണ്ട്. നിങ്ങൾ ത്വരീഖത്തിന്റെ ശൈഖ് ആരാ? നിങ്ങൾ ശൈഖായി അംഗീകരിക്കുന്നത് ആരാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലുള്ളാഹിയുടെ പ്രശ്നം നോക്കാൻ മുഹിയദ്ദീൻ ശൈഖ് നിങ്ങൾ അംഗീകരിക്കൂല, ഹിസായ ശൈഖ് നിങ്ങൾ അംഗീകരിക്കൂല, അജ്മീറിലെ ഹാജപ്പാപ്പ നിങ്ങൾ അംഗീകരിക്കൂല, മമ്പസടങ്ങൾ നിങ്ങൾ അംഗീകരിക്കൂല, സുഹറീമാമ നിങ്ങൾ അംഗീകരിക്കൂല. നിങ്ങളെ ത്വരീഖത്ത് ഏതാ? നിങ്ങൾ പറയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ത്വരീഖത്താണ്. റസൂൽ നിങ്ങൾ അംഗീകരിക്കുക. ഞങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങളെന്താ ത്വരീഖത്തൊക്കെ ഖാദിരിയ ത്വരീഖത്തിന്, നിസാഇയ ത്വരീഖത്തിന്, മറ്റു ത്വരീഖത്തിലൊന്നും ഞങ്ങൾ ഇല്ല എന്ന് പറയാൻ പറഞ്ഞ കാരണം എന്താ? അത് ദിക്റ് ചൊല്ലി മനുഷ്യനെ സമ്പൂർണ്ണനാക്കി മാറ്റും. അങ്ങനെ സമ്പൂർണ്ണനായാൽ പിന്നെ ഓനെ വിളിച്ചാൽ ഇന്നെ വിളിച്ചു, ഇന്നെ വിളിച്ചാൽ ഓനെ വിളിച്ചു, ഒന്നാകും. അദ്വൈതാണ് അവിടെ പഠിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ നിങ്ങളെ ത്വരീഖത്ത് നിർത്തി പരിശോധിക്കുക. നിങ്ങളെ ത്വരീഖത്താണ് അത് ഹുസൈൻ സലഫിയുടെ ഭാഷയിൽ പറയാത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ ത്വരീഖത്ത് തന്നെയാണ്. നിങ്ങളെ റസൂലല്ല, ഞങ്ങളുടെ റസൂലാണ്, ഞങ്ങളുടെ ആത്മീയ ഗുരുവര്യനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഹുസൈൻ സലഫിയുടെ ഭാഷ കടുമെടുത്ത് ഞാൻ ചോദിക്കുന്നു, നിന്റെ ത്വരീഖത്തില് നീ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ ത്വരീഖത്തിൽ നിന്റെ ത്വരീഖത്തിന്റെ നായകനാരാ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ഇത് മുഹിയദ്ദീൻ ശൈഖ് പറഞ്ഞതാ? റിഫാൻ ശൈഖ് പറഞ്ഞതാ? അല്ല ഹബീബേ, റസൂല് പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തആല ഖാല. ഖുദ്സിയായ ഹദീസാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയണം. എന്ന് പറഞ്ഞാൽ പറയുന്ന ആള് അല്ലാഹുവാണ്. ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു പറയുന്നു എന്താ? മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. മൻ ആദാലി വലിയൻ. റസൂൽ എന്താ പറയുന്നത്? മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. എന്റെ ഔലിയാക്കളെ കുതിര കയറണ്ട, അവരോട് ശത്രുത വെക്കണ്ട. എന്നിട്ട് നിബിധങ്ങൾ പറയുകയാണ്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫറദ്തു അലൈഹി. ഞാൻ എന്റെ അടിമയുടെ മേലിൽ നിർബന്ധമാക്കിയ കാര്യങ്ങളെ കൊണ്ടല്ലാതെ എന്റെ അടിമയ്ക്ക് എന്നിലേക്ക് അടുക്കാൻ സാധിക്കുകയില്ല. എന്നിലേക്ക് അടുക്കണോ? ഫർദായ കാര്യങ്ങൾ, നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് വീണ്ടും നിബിധങ്ങൾ പറയുന്നു, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിലി ഹത്താ ഉഹിബ്ബഹു. വമാ യസാലു അബ്ദി, എന്റെ അടിമ യതഖറബു ഇലയ്യ, എന്നിലേക്ക് അടുക്കും കൊണ്ടേയിരിക്കും. എന്റെ അടിമ എന്നിലേക്ക് അടുക്കും കൊണ്ടേയിരിക്കും. എപ്പോഴാ? ബിൻ നവാഫിലി, ഓൻ സുന്നത്ത് ഇങ്ങനെ ചെയ്യുമ്പോ ഓൻ നിസ്കരിച്ച് ദിക്ർ ചൊല്ലി നിന്റെ ത്വരീഖത്തിന്റെ ശൈഖ് എന്ന് നീ പരിചയപ്പെടുത്തിയ ഞങ്ങളുടെ ആത്മീയ ഗുരുവര്യനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. അങ്ങനെ ചൊല്ലിയാൽ ഓൻ അല്ലാഹ് നിബിധങ്ങളിലേക്ക് അടുക്കും. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ അവനെത്തും. ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങും. അങ്ങനെ അവനൊരു പ്രത്യേക പദവി, ഞാൻ സ്നേഹിക്കുക, അല്ലാഹു സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക പദവിയിലെത്തിയാൽ പിന്നെ എന്താണ് അവനുണ്ടാവാൻ പോകുന്ന അവസ്ഥ? ഓൻ നിസ്കരിച്ച് ദിക്ർ ചൊല്ലി നോമ്പ് നോറ്റ് അവൻ അല്ലാഹുവിന്റെ ആളായി മാറിയാൽ, അല്ലാഹു അവനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ സ്നേഹിച്ചാൽ, കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന ചെവി ഞാനാകും. ആരാ പറയുന്നത്? അല്ലാഹു പറയുകയാണ്. ആരാ പഠിപ്പിക്കുന്നത്? നബിതങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താണ് പറയുന്നത്? എന്റെ അടിമ സുന്നത്തായ അമൽ ചെയ്ത് എന്നിലേക്ക് എടുത്താൽ ഞാൻ അവരെ സ്നേഹിക്കാൻ തുടങ്ങും. ഞാൻ അവരെ സ്നേഹിച്ചാൽ അവന്റെ ചെവി ഞാനാകും, അവൻ കേൾക്കുന്ന ചെവി ഞാനാകും. അവൻ കാണുന്ന കണ്ണ് ഞാനാകും.
അവൻ പിടിക്കുന്ന കയ്യനാനാകും, അവന് അവൻ നടക്കുന്ന കാലിനാനാകും. അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് കൊടുക്കും. അവൻ എന്നോട് കാവല് ചോദിച്ചാൽ ഞാൻ അവന് കാവല് കൊടുക്കും. എന്താണ് നിങ്ങൾ പറയുന്നത് എന്നറിയോ? മുഹിയദ്ദീൻ